നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്നവരെ ഒരു ഞായറാഴ്ചയാകാൻ വേണ്ടി കാത്തിരിക്കും അല്ലേ? എന്തിനാ? ഒരു ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലോ അവധി കിട്ടിയ ആ ദിവസം പോകുന്നതേ അറിയത്തില്ല. എന്തേലുമൊക്കെ ചടങ്ങുകൾ കാണും, എവിടെയെങ്കിലുമൊക്കെ പോകാൻ കാണും, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പണിയും കാണും. അങ്ങനത്തെ ഒരു ഞായറാഴ്ചയായിരുന്നു ഇത്. ഇന്ന് ആയില്യം ആയതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബക്ഷേത്രത്തിലൊക്കെ രാവിലെ പോയി. പിന്നെ വേറെ ഒരു സ്ഥലത്തൂടെ പോകാനുണ്ട്. അത് ഞാൻ വഴിയെ പറയാവേ. പണ്ടൊക്കെ എനിക്ക് ഒരുങ്ങാനായിരുന്നു ഒത്തിരി നേരം വേണ്ടത്. ഇപ്പോൾ ഈ ചെറുതിനെ ഒരുക്കാൻ ഒത്തിരി പാട്. കാരണം അവൾ പറയുന്ന രീതിക്ക് തന്നെ ഒരുക്കി കൊടുക്കണം. അതാണ് പ്രശ്നം. എല്ലാവരും കൂടെ 900 വരെ പോകുവാണേ. അവിടെ എല്ലാവരും ഒന്ന് കാണാൻ പോകാം. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വീട്ടിൽ നോക്കാം. 900 എന്താണെന്നല്ലേ? അവിടെ എൻ്റെ അമ്മ വീടാണ്. ഞാൻ ഒത്തിരിയായി അങ്ങോട്ടൊക്കെ പോയിട്ട്. അമ്മയുടെ അമ്മയ്ക്കും വയ്യാണ്ടൊക്കെ ഇരിക്കുവാണ്. അപ്പം നമുക്ക് എല്ലാവരും പോയി കാണാം. പണ്ടൊക്കെ ഈ വഴി പോകാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ ഒത്തിരി ബെറ്ററായി കേട്ടോ വഴി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്നു. ആ നടന്നു വരുന്ന എൻ്റെ അനിയത്തിയാണേ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവൾ പതുക്കെ അങ്ങ് മാറാൻ തുടങ്ങി. ഒരു അനിയത്തിയും കൂടെ എവിടെയോ ഉണ്ട്, ഞാൻ പിന്നെ കാണിക്കാം. അവിടെയെല്ലാം ഇപ്പം മാങ്ങാ സീസണാണേ. പക്ഷേ മാങ്ങയെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ കിട്ടിയ മാങ്ങായും കുറച്ച് തേങ്ങായും ഒക്കെ ഞങ്ങൾ പാക്ക് ചെയ്തായിരുന്നു അത്രയും നേരം കൊണ്ട്. അമ്മയ്ക്ക് മേലാത്തതുകൊണ്ട് അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും അമ്മയുടെ ചേച്ചിയും എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു. തേങ്ങ ഇടാൻ പോയപ്പോൾ നോക്കി വെച്ചതായി കണ്ണിമാങ്ങ. അത് ഞാൻ പതുക്കെ പൊട്ടിച്ചെടുത്തു. കുടിക്കട്ടെ. പക്ഷേ മാങ്ങ വിചാരിച്ച പോലെ അത്ര വർക്കായില്ല. പൊട്ടായതുകൊണ്ട് ഭയങ്കര കയ്പ്പായിരുന്നു. അവിടെ വലിയൊരു പനിനീർ ചാമ്പയുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് പറിക്കാൻ കുറച്ച് പാടായിരുന്നു. എന്നാൽ 5-6 കിട്ടി. വീടിൻ്റെ ഏത് സൈഡിൽ പോയിരുന്നാലും നല്ല കാറ്റാണ്. നല്ല കണ്ടൊക്കെ ഉള്ളത് കൊണ്ടേ കുറച്ച് നേരം ഞങ്ങളങ്ങനെ ബാക്ക് സൈഡിൽ പോയിരുന്നായിരുന്നു. അപ്പം കണ്ടാണ് ഈ താറാവിനെയൊക്കെ. ആമി അങ്ങനെയൊന്നും എപ്പോഴും കാണുന്നതല്ലോ. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കണ്ടപ്പം. എവിടെ പോയാലും പിന്നെ ഞങ്ങൾ പൂവിട്ടൊരു കളിയില്ല. അത് കാണുമ്പോൾ പറിക്കാനൊരാഗ്രഹമാണ്. എന്നാൽ പറിച്ചു കഴിഞ്ഞാലോ അതെല്ലാം പിച്ചി പിച്ചി കളയാനും. എല്ലാവരെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. നാളെ പതിവ് പോലെ ജോലിക്കൊക്കെ പോകണം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ടാറ്റാ.